മുൻപ് ബോംബെയും ബാംഗ്ലൂരും ഒക്കെ ആയിരുന്നു ആഡ് ഫിലിംസിൻ്റെ ഒരു മെക്ക എന്ന് പറയുന്ന സ്ഥലങ്ങൾ. പക്ഷേ ഇപ്പോൾ എറണാകുളം വളരെ സജീവമായിട്ട് ഇതിലുണ്ട്. നമ്മുടെ മലയാളി ചെറുപ്പക്കാർ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ സൈഡിലാണെങ്കിൽ പോലും മറ്റ് പുറമേ നിന്നുള്ളൊരു സിനിമാറ്റോഗ്രാഫർ വരിക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെയുള്ള ചെറുപ്പക്കാർ ഇതിൽ മുന്നോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും? പ്രധാനപ്പെട്ട കാര്യം മീഡിയയുടെ വളർച്ചയാണ്, ആക്സസിബിലിറ്റിയാണ്. നമുക്ക് എന്താ പറയുക, ഓഫ് കോഴ്സ് കേരളത്തിൻ്റെ ഈ നാടിൻ്റെ വളർച്ചയുടെ ഒപ്പം തന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ വന്നു. പിന്നെ പ്രോഡക്റ്റ് ഏത് നാഷണൽ പ്രോഡക്റ്റ് ഇറങ്ങിയാലും ഒരു സോപ്പ് ഇറങ്ങിയാലും ഏറ്റവും ആദ്യം പരീക്ഷിക്കാൻ അവർ വരിക കേരളത്തിലേക്കാണ്. വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഈ പറയുന്ന നാഷണൽ ആഡ്സ് ഇവിടെ ഇല്ലാതിരുന്ന സമയത്തും ഇതൊക്കെ ചെയ്തിരുന്നത് മലയാളികളാണ്. ഇപ്പം എല്ലാവരും ഇപ്പം എല്ലാ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ നോക്കിയാൽ അതിൽ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ആൾക്കാർ തന്നെയുള്ളൂ. നമ്മൾ തന്നെയാണ് പ്രിഫർ ചെയ്യുകയും ചെയ്യുക അവർ. അപ്പോൾ അതുകൂടി ഒരു കാരണമാണെന്ന് തോന്നുന്നു അങ്ങനെ കേരളം. പിന്നെ കേരളം ഔട്ട്ഡോഴ്സൊക്കെ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ്. പിന്നെ കുറച്ചുകൂടെ കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ദുബായിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ബജറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ മുമ്പത്തേക്കാൾ അനുകൂലമായൊരു അവസ്ഥയുണ്ടോ? പണ്ട് ശരിക്കും വലിയ ബഡ്ജറ്റ് സംഭവങ്ങൾ വരുമ്പോഴാണ് പുറത്തേക്ക് പോയിരുന്നത്. ചെറുത് വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. തന്നെയല്ല ഓപ്പറേഷൻസ് വ്യത്യാസമുണ്ട്. അപ്പം അന്ന് ഇവിടെയുള്ള ഏജൻസികളെല്ലാം റിലീസിങ്ങിലും പ്രിൻറ്റ് മീഡിയയിലും മാത്രം നിൽക്കുകയായിരുന്നു. കാരണം ഇവിടെ അത്ര എസ്റ്റാബ്ലിഷ് ആയിരുന്നില്ല. പിന്നീട് അത് ഇങ്ങോട്ട് ഇവിടെ കൂടി റിലീസ് ചെയ്യണം, കേരളത്തിലെ ചാനലുകൾ ഇത്രയും ചാനലുകൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഇവിടെ റിലീസ് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള റീജിയണൽ ബ്രാഞ്ചുകളിലേക്ക് ഈ സംഭവങ്ങൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവുണ്ടെങ്കിൽ കേരളത്തിലെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓഫ് കോഴ്സ് ബാർഗെയിനിങ് എല്ലായിടത്തും ഉണ്ടല്ലോ, അതിവിടെയുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന തുക തരാൻ തയ്യാറാവുന്നുണ്ടല്ലോ അവരും. നമ്മൾ കൺവിൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ എനിക്ക് തോന്നുന്നു. പിന്നെ കോമ്പറ്റീഷനുണ്ട്, നല്ലപോലെ കോമ്പറ്റീഷനുണ്ട്. അതെല്ലാ ഏരിയയിലുണ്ട് കോമ്പറ്റീഷൻ. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക. ഒരു സിനിമയുടെ ഒരു വലിയ സ്ക്രീനിൽ നിന്ന് അല്ലെങ്കിൽ കൂടുതൽ ടൈം എടുത്ത് ചെയ്യുന്ന, കൂടുതൽ ടൈം കാഴ്ചക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു മീഡിയത്തിൽ നിന്ന് ഈ 1 മിനിറ്റ് 30 സെക്കൻഡ്സ് 20 സെക്കൻഡ്സ് എന്നൊക്കെ പറയുന്ന ഈ ആഡിൻ്റെ കുറേയും കൂടിയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? സിനിമയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇത് ഒരു വ്യത്യാസം എന്നുള്ള സംഭവം തന്നെയാണ് നമ്മളെ ഇതിലേക്ക് പ്രവേശിച്ച്. ഈ 10 സെക്കൻഡ് കൊണ്ടൊരു കാര്യം പറയാൻ പറ്റുക സംഭവമുള്ളത്. അതാണ് ബേസിക് ആയിട്ടുള്ള തോട്ട്. പിന്നെ ഇതിൻ്റെ ഒരു സാധ്യതയും മനസ്സിലായി. ഇപ്പം സിനിമ മാത്രമല്ല, ഇപ്പോൾ വിഷ്വൽ മീഡിയ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് സിനിമ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ ഇൻട്രാക്റ്റീവ് CDസും ഈവൻ ഇലക്ഷൻ ക്യാമ്പയിൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ നമുക്ക് ചിലപ്പം കുട്ടികളൊക്കെ വീട്ടിലിരുന്നായിരിക്കും പ്രൊജക്റ്റിലായിരിക്കും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയും ഇതിൻ്റെ സാധ്യത മാറിയിട്ടുണ്ട്. ഇൻവിറ്റേഷൻ കാർഡ്സ്, വിസിറ്റിംഗ് കാർഡ്സ് വരെ ഇപ്പം മാജിക് കാർഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. CDs ആണ് കംപ്ലീറ്റ്. അപ്പം ഇതിൻ്റെ ഒരു സാധ്യത വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പോകാനുള്ളതാണ്. ആ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചേർന്നുള്ളൂ. ഇതിൻ്റെ ഒരു വിഷ്വൽ മീഡിയയുടെ സാധ്യത വലുതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയതും പിന്നെ ഭാഗ്യവശാൽ ധാരാളം നല്ല പ്രോജക്റ്റുകൾ കിട്ടിയതും ഈ ഒരു മീഡിയയിലായതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. സിനിമ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു 1 മിനിറ്റിൻ്റെ ചിന്തകൾ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അത് വളരെ വലിയൊരു ഏരിയയാണ്. ശ്രമിക്കുന്നു, അതിനുള്ള ശ്രമങ്ങൾ. സിനിമ ഉടനെ ഉണ്ടാവുമോ? ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പേയ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലും ഈ സിനിമയിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ടല്ലോ. ടെക്നീഷ്യൻസിൻ്റെ പേയ്മെൻറ്റ്സിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സിനിമയിൽ ഒരു ഷോട്ട്, ഓഫ് കോഴ്സ് ഒരു ഷോട്ടിന് പ്രാധാന്യമുണ്ട്. ഇതിലങ്ങനെയല്ല. ഒരു ഷോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഷോട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ടെക്നീഷ്യൻസും അതിൽ ഇൻവോൾവ് ആകുന്ന എല്ലാവരും, ഇവൻ ആ ഡയറക്ടറുടെ അസിസ്റ്റൻറ്റ് സ്പ്രേ ചെയ്യുന്ന ആൾ, ഇപ്പോൾ ഒരു ബോട്ടിലുണ്ടെങ്കിൽ ആ ബോട്ടിൽ സ്പ്രേ, ഒരു ഗ്ലിസറിൻ സ്പ്രേ അതിൽ ചെയ്യണമെങ്കിൽ അവൻ വരെ കൃത്യമായിട്ട് ചെയ്തെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന റിസൾട്ട്, ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പം അത്രയും ഒബ്സർവേഷൻ, അത്രയും കൃത്യമായിട്ടുള്ള അലേർട്ട്നെസ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം ഈ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത്രയും എഫേർട്ട് അതിൽ ഇടുന്നുണ്ട് ഒരു റിസൾട്ടിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വേണ്ടിയുള്ള റെമ്യൂണറേഷൻ ഫിക്സ്ഡ് ഒരു എമൗണ്ട് നമ്മൾ ഓരോരുത്തർക്കും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു പാക്കേജാണല്ലോ, ഒരു 60 ഡേയ്സ് പാക്കേജും ഒരു 2 ഡേയ്സ് പാക്കേജും വ്യത്യാസമുണ്ട്. റെമ്യൂണറേഷൻ വ്യത്യാസപ്പെടും. പിന്നെ ഇതൊക്കെ ഈ പറയുന്ന ബന്ധങ്ങളാണ്. ചെയിനായിട്ട് ധാരാളം പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ വരും. ഏതായാലും ഇവിടെ വരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബിസി ഷെഡ്യൂളിനിടയിൽ ഞങ്ങൾക്കൊരു സ്പേസ് തന്നതിന് വളരെ നന്ദി. വളരെ സന്തോഷമുണ്ട്. ഏതായാലും പരസ്യരംഗത്ത് കലക്കുന്നതിനോടൊപ്പം സിനിമയിലേക്കും ഒരു നല്ല സിനിമകൾ ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരും. താങ്ക്സ്.